ഇപ്പോൾ സന്ദീപ് വാര്യരുണ്ട്. സന്ദീപ്, ഇപ്പോൾ CPM-ന്റെ പ്രചരണം താങ്കൾ കണ്ടു കാണും. സുപ്രഭാതത്തിലും സിറാജിലുമൊക്കെ താങ്കളുടെ പഴയ പോസ്റ്റുകൾ കുത്തിപ്പൊക്കുകയാണ് പരസ്യത്തിലൂടെ. അല്ല, അതിൽ ഞാൻ ഇപ്പോഴാണ് അതിനെക്കുറിച്ച് ശ്രദ്ധിച്ചത്. ഞാൻ അതിൽ വാസ്തവത്തിൽ ഇത് വടകരയിലെ കാഫർ സ്ക്രീൻഷോട്ടിന്റേതുപോലെയുള്ള അതിന്റെ ഒരു പുതിയ വേർഷനാണ്. അതിൽ പറഞ്ഞിട്ടുള്ള 2 കാര്യങ്ങളും വ്യാജമാണ്. പ്രത്യേകിച്ച് മനോരമയിലെ അയ്യപ്പദാസ് ഉൾപ്പെടെയുള്ളവർ സ്ഥിരീകരിച്ച ശേഷവും എന്റെ പേരിൽ അത് ആരോപണമായി ആക്ഷേപമായിട്ട് ഉന്നയിക്കുകയാണ്. അത് വടകരയിൽ ഇതുപോലെ തന്നെ അവസാന നിമിഷം വർഗീയ പ്രചരണത്തിന് വേണ്ടി ശ്രമിക്കുന്നു. ആ പരസ്യം കൊടുത്ത പത്രങ്ങളെ നമുക്കറിയാം. അവ പ്രത്യേക വിഭാഗം ആളുകൾക്കിടയിലേക്ക് എത്തണം, UDF-നെതിരായിട്ടുള്ള ആയുധമായിട്ട് ഉപയോഗിക്കണം, വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കണം എന്ന ഉദ്ദേശത്തോടെ നടത്തിയിട്ടുള്ള അങ്ങേയറ്റം മോശമായിട്ടുള്ള പ്രചരണമാണ്. സ്വാഭാവികമായി ബന്ധപ്പെട്ട് എന്ത് ചെയ്യണം എന്നുള്ളത് പാർട്ടിയുമായി ബന്ധപ്പെട്ട് ആലോചിക്കും. കാരണം വ്യാജമായിട്ടുള്ള പ്രചരണമാണ് നടക്കുന്നത്. 1, 2 നോക്കൂ, ഇവിടെ അങ്ങനെയാണെങ്കിൽ എന്നെ കുറിച്ച് AK ബാലനും രാജേഷും ഒക്കെ ക്രിസ്റ്റൽ ക്ലിയർ സഖാവാകുമെന്നും അല്ലെങ്കിൽ നല്ല കോമ്രേഡ് ആവുമൊക്കെ ഒന്നും വ്യക്തിപരമായി നല്ല ആളാണെന്നൊക്കെ എന്തിനാ പ്രതികരിച്ചത്? ഇതൊക്കെ അവരുടെ ശ്രദ്ധയിലുണ്ടായിരുന്നെങ്കിൽ. അപ്പൊ ഞാൻ വ്യക്തിപരമായി മോശക്കാരനല്ല എന്ന് പറഞ്ഞതിന് ശേഷം ഇപ്പോ ഈ തെരഞ്ഞെടുപ്പിന്റെ തലേന്നുമാണോ ഞാൻ വളരെ മോശക്കാരനാണ് എന്നൊരു തോന്നലുണ്ടായത്? അപ്പൊ ഇതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാവും. ജനങ്ങൾ ഇത്തരം കാര്യങ്ങളെയൊക്കെ തിരിച്ചറിഞ്ഞ് വോട്ട് ചെയ്യാൻ ശേഷിയുള്ളവരാണ്. അങ്ങേയറ്റം മോശമായിട്ടുള്ള വർഗീയമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി, ധ്രുവീകരണത്തിന് വേണ്ടിയുള്ള അവസാനത്തെ പരിശ്രമത്തിലാണ് LDF പാലക്കാട് അപ്രസക്തമാണ്. ഈ കശ്മീരികളുടെ കൂട്ടക്കൊലയ്ക്ക് ആഹ്വാനം ചെയ്ത സന്ദീപ് എന്നൊക്കെ പറഞ്ഞ് ഇത്തരം പത്രങ്ങളിൽ, സുപ്രഭാതവും സിറാജും ഒക്കെ പത്രങ്ങളിൽ ഇങ്ങനെ താങ്കളുടെ കാര്യങ്ങൾ പറഞ്ഞു വെക്കുമ്പോൾ കൃത്യമായ ലക്ഷ്യമുണ്ടല്ലോ പാർട്ടിക്ക് സ്വാഭാവികമായിട്ടും. അല്ല, അതാ ഞാൻ പറഞ്ഞത്. അവസാന നിമിഷത്തെ വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ട് വടകര മോഡൽ ഫേക്ക് സ്ക്രീൻഷോട്ടുകളുമായി വന്നിരിക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട ഫാക്ട് ഫൈൻഡിങ്ങിന്റെ ഞാനിപ്പോ വേണമെങ്കിൽ നിങ്ങളുടെ മഞ്ജുഷിന് വാട്സപ്പിൽ അയച്ചു കൊടുക്കാം. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ഫാക്ട് ഫൈൻഡിങ്, ഇന്റർനെറ്റിലെ ഫാക്ട് ഫൈൻഡിങ്ങിൽ വന്നിട്ടുള്ളത് വ്യാജ സ്ക്രീൻഷോട്ടാണെന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അതുമായി ബന്ധപ്പെട്ടിട്ടാണ് വീണ്ടും ഇത് എത്രയോ വർഷം മുമ്പ് തുടങ്ങിയിട്ടുള്ള പ്രചരണമാണല്ലോ, നുണപ്രചരണമാണല്ലോ. ഇപ്പൊ ഗാന്ധിയെ ചെറുതായിട്ടൊന്ന് വെടിവെച്ചു എന്നൊന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. വാസ്തവത്തിൽ അത് ആരാ പറഞ്ഞത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതല്ല, സ്വരാജാണ് പറഞ്ഞത്. സ്വരാജ് പറഞ്ഞതിനെ കളിയാക്കാൻ വേണ്ടി ഞാനെടുത്ത് ഉദ്ധരിച്ചതാണ്. അതേ ചർച്ചയിൽ തന്നെ ഞാനെടുത്ത് ഉദ്ധരിച്ചതാണ്. അതിൽ എന്റെ ഭാഗം മാത്രം കട്ടിയത് എന്തോ ഞാൻ പറഞ്ഞതുപോലെ ആക്കി തീർത്തു. ഇത് അന്ന് മനോരമയുടെ ആ ചർച്ച നയിച്ച അയ്യപ്പദാസ് തന്നെ കഴിഞ്ഞ ദിവസം തുറന്നു പറഞ്ഞ കാര്യമാണല്ലോ. അപ്പൊ എന്തിനാണ് വീണ്ടും ഇത്തരം വ്യാജമായിട്ടുള്ള കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്? വർഗീയ ധ്രുവീകരണം ലക്ഷ്യമാക്കിയിട്ടുള്ളതാണ്. അപ്പൊ ഞാൻ ക്രിസ്റ്റൽ ക്ലിയർ കോമ്രേഡ് ആകും, അതല്ലെങ്കിൽ നല്ല സഖാവാകും എന്നൊക്കെ പറഞ്ഞപ്പോ, വ്യക്തിപരമായി നല്ല ആളാണെന്നൊക്കെ പറഞ്ഞപ്പോ ശ്രീ AK ബാലൻ, ശ്രീ MP രാജേഷ് ഇവരൊക്കെ ഏത് രീതിയിൽ ആ സർട്ടിഫിക്കറ്റുകളൊക്കെ എനിക്ക് തന്നത്? ഇത് വളരെ മോശമാണ്. BJP-യുടെ സംസ്ഥാന അധ്യക്ഷനും കഴിഞ്ഞ ദിവസം എടുത്തു പറയുകയുണ്ടായി, ഞങ്ങൾ BJP നേതാക്കളെക്കാൾ കൂടുതൽ ന്യൂനപക്ഷങ്ങളെ കടന്നാക്രമിച്ച ആളാണ് സന്ദീപ് എന്ന്. അല്ല, അദ്ദേഹം പറഞ്ഞതുപോലെയൊക്കെ കേരള സമൂഹത്തെ വളർത്താൻ വേണ്ടി, കേരളത്തിൽ വർഗീയ വിഭജനം ഉണ്ടാക്കാൻ വേണ്ടി ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ? ഇവിടുത്തെ മുസ്ലിം സമുദായം നടത്തുന്ന ഹോട്ടലുകളിലൊക്കെ തുപ്പിയിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നതെന്ന് അങ്ങേയറ്റം മോശമായിട്ടുള്ള വർഗീയ വിഭജനത്തിനുള്ള പ്രചരണം നടത്തിയതാരാ? അതിന് നേതൃത്വം കൊടുത്താരാ? ഇതൊക്കെ കേരളത്തിലെ പൊതുസമൂഹത്തിന് അറിയില്ലേ? നമ്മൾ ഭക്ഷണം കഴിക്കുന്നത് ഒരു ഹോട്ടലിൽ ഭക്ഷണം തുപ്പിയിട്ടാണ് തരുന്നത് എന്ന് പ്രചരണം നടത്തി ആ സ്ഥാപനങ്ങളെ മുഴുവൻ തകർക്കാൻ വേണ്ടിയുള്ള വളരെ മോശമായ പ്രചരണം ഉത്തരവാദിത്തപ്പെട്ട ഒരു സ്ഥാനത്തിരുന്നുകൊണ്ട് നടത്തിയ ആളല്ലേ BJP-യുടെ സംസ്ഥാന പ്രസിഡന്റ്? അദ്ദേഹത്തിന്റെ നിലവാരത്തിൽ സംസാരിക്കാൻ സാധ്യമല്ല. ശരി, സന്ദീപ് വാര്യരാണ് ഈ വിഷയത്തിൽ പ്രതികരിച്ചത്. ഏതായാലും AK ബാലൻ മാധ്യമങ്ങളെ